നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിൽ. പ്രതികളെല്ലാം പിടിയിലായെങ്കിലും അന്വേഷണം ഗൂഢാലോചനയിലേക്ക് കടക്കില്ല. 9 പ്രതികൾ ഇതിനകം റിമാൻഡിലായി. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മുളിയന്തോട് വലിയപറമ്പത്ത് വിനീഷ്, സെൻട്രൽ കുന്നോത്തുപറമ്പ് കല്ലായിന്റവിട വിനോദ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. ഇതിനിടെ കണ്ണൂർ CPMൽ പോലീസ് അന്വേഷണം വലിയ ചർച്ചയായി. കണ്ണൂരിലും വടകരയിലും കോഴിക്കോടും കാസർഗോഡും സ്ഫോടനം തിരിച്ചടിയാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതിനിടെ പോലീസ് നിലപാട് CPM സംസ്ഥാന നേതൃത്വത്തെയും ഞെട്ടിച്ചു. മരിച്ച ഷെറിൻ ഉൾപ്പെടെ 12 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. സാരമായി പരിക്കേറ്റ വിനീഷ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സ്ഫോടനം നടന്ന വീട്ടിൽ 6 മുതൽ ഏർപ്പെടുത്തിയ പോലീസ് കാവൽ ഇന്നലെ അവസാനിപ്പിച്ചു. എന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കരുതെന്ന് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായവരെല്ലാം CPM പ്രവർത്തകരാണ്. 2 പേർ DYFI യൂണിറ്റ് സെക്രട്ടറിമാരും ഒരാൾ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമാണ്. രാഷ്ട്രീയ എതിരാളികളുടെ നേർക്ക് പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും സായുജ്, അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ജാമ്യം അനുവദിച്ചാൽ ഒളിവിൽ പോകാനും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും പ്രതികൾ ശ്രമിക്കുമെന്നും പോലീസ് പറയുന്നു. ഈ നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നാൽ ജാമ്യം കിട്ടലും പ്രശ്നമാകും. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടായിരുന്ന പ്രദേശത്ത് പ്രതികളുടെ സാന്നിധ്യം കാരണം വീണ്ടും സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. എന്നാൽ ഇത് തെളിവെടുപ്പിനും മറ്റും മാത്രമായി ചുരുങ്ങും. കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് പോകില്ല. CPM നേതൃത്വത്തിന്റെ എതിർപ്പ് കൂടി മനസ്സിലാക്കിയാണ് ഇത്. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ പ്രയോഗിക്കാനെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. DYFI പ്രവർത്തകരായ മീത്തലെ, കുന്നോത്തുപറമ്പ് ചിറക്കണ്ടിമൽ സായുജ്, കുന്നത്തുപറമ്പിൽ അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഉന്നമിച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്ന പരാമർശം ഇതിലില്ല. കേസിൽ അറസ്റ്റിലായ 9 പ്രതികളെയും തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. 2 ആഴ്ച മുൻപ് പ്രദേശത്തെ കുയിൻബിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് RSS പ്രവർത്തകരുമായുണ്ടായ സംഘർഷവും 2009 CPM പ്രവർത്തകൻ അജയനെ കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകരെ കഴിഞ്ഞ കൊല്ലം കോടതി വെറുതെ വിട്ടതിലുള്ള പകയും പ്രതികൾക്കുണ്ടായിരുന്നു. ഇതാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതായത് RSSനെ ആകാം ബോംബ് നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് വിലയിരുത്തൽ. മാതൃഭൂമിയാണ് പോലീസ് രഹസ്യാന്വേഷണ വിവരം വാർത്തയാക്കിയത്. CPM പ്രവർത്തകൻ അജയനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടെങ്കിലും CPM നേതൃത്വം ഉത്സാഹം കാട്ടിയില്ല. സ്വന്തം നിലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വലിയപറമ്പത്ത് വിനീഷ് CPM ഓഫീസിൽ നിന്ന് ഇറങ്ങിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.